സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. നല്ല പാലക്കാടൻ സ്റ്റൈൽ റാവുത്തർ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി ഇതേപോലെ അരച്ചെടുക്കണം. ഇനി എണ്ണയും നെയ്യും ചൂടായി വരുമ്പോൾ ഓൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും കൂടി ചേർത്ത് ഇതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ചെറിയുള്ളി അരച്ചതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മല്ലിയില പുതിനയില ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഈ ചെറിയുള്ളി നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് ആയിക്കോട്ടെ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ആയി വരുമ്പോൾ ഇവന് ആവശ്യത്തിന് മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നല്ലോണം എണ്ണയിൽ വഴണ്ട് വരുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇതാ തക്കാളിയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തൈരും ഉപ്പും കൂടി ചേർത്ത് ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ ഒരു 3/4 ഭാഗം കുക്കായി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ലെമൺ ജ്യൂസും പിന്നെ ആവശ്യത്തിന് ഉപ്പും മല്ലിയില പുതിനയില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ച് അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളവും അരിയൊക്കെ ഈക്വൽ ലെവലാവുമ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് 10 to 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല റൈത്തയോ ചിക്കൻ ഫ്രൈയോ ഉണ്ടെങ്കിൽ അടിപൊളിയാവും.